ഇതുപോലൊരു പ്രചാരകനെ കോൺഗ്രസിന് വേറെ കിട്ടുമോ? കോൺഗ്രസിന് ഇതുപോലൊരു പ്രചാരകനെ കിട്ടുമോ എന്ന് ഈ വീഡിയോ കണ്ടിട്ട് പറയുക. സഖാവിനെ ഇത്തരത്തിൽ ചിന്തിക്കാനും പറയിപ്പിക്കാനും പ്രേരിപ്പിച്ച ഘടകം മോദി സർക്കാർ വീണ്ടും വന്നാൽ അപ്പനെയും മകളെയും തീഹാർ ജയിലിൽ വിടുമെന്ന ഭയമാണെന്നാണ് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നത്. കോൺഗ്രസിന് ഇതിലും വലിയൊരു സപ്പോർട്ട് പിണറായിക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമോ എന്ന് ഈ വീഡിയോ കണ്ടിട്ട് പറയുക. കഴിഞ്ഞ ഞായറാഴ്ച രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുവാൻ ആനി രാജയെ അടക്കം തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ സഖാവ് നടത്തിയ ആ പ്രസംഗം കാണുക. വല്ല കാട്ടാനയും വരുമോ എന്ന ഭയത്തിലാണ് സഖാവ് ഒച്ചയൊക്കെ താഴ്ത്തി സംസാരിക്കുന്നത്. കാട്ടാനയ്ക്ക് PV ആരാണെന്നറിയില്ലല്ലോ. സഖാവെ, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി കിട്ടിയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയേൽക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഉത്കണ്ഠ തന്നെയായിരുന്നു. അത് ശരി. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ 19 സീറ്റുകളിലും വിജയിപ്പിച്ചത് അല്ലേ? BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 5 വർഷം പൂർത്തിയാക്കി. ഇനിയൊരു 5 വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത്. താങ്കളും ഏതാണ്ട് ഇതേ രീതിയിലല്ലേ ആഗ്രഹിക്കുന്നത്? ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അടുത്ത ഭരണം ലഭിച്ചാലോ മുഖ്യനെയും മകളെയും ED തീഹാർ ജയിലിൽ അടയ്ക്കും എന്ന് ശരിക്കും പേടിയുണ്ടല്ലേ? അത് ശരിയുമാണ്. പക്ഷേ എന്ത് പക്ഷേ? ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ. പിന്നെ തീർച്ചയായും ആ ശുദ്ധ മനസ്സിൽ കടന്നു വന്നു. അതെന്താ സഖാവേ? ഈ രാജ്യത്ത് BJPയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ്സാണ്. വെരി ഗുഡ്. താങ്കൾക്കും അപ്പോൾ അതറിയാം. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഓഹോ, അപ്പോൾ പിന്നെ ആനി രാജയെ പിന്നെ എന്തിനാണ് സഖാവെ ബലിയാടാക്കുന്നത്? സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി രാഹുൽ ഗാന്ധിക്ക് അങ്ങ് വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ അങ്ങ് ജയിപ്പിച്ചാൽ പോരെ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം, കൂടുതൽ സീറ്റുകൾ വേണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും. ശരി, അതുകൊണ്ട് LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ച് 20 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ ആ ലക്ഷ്യം കാണില്ലേ? വെറുതെ ഇത്രയും പണവും മുടക്കി കഷ്ടപ്പെടേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും
രണ്ടു കൂട്ടരും BJPക്കെതിരാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം ആനി രാജയെ വയനാട്ടിൽ തോൽപ്പിക്കണം. പിന്നെ ബാക്കിയുള്ള 19 മണ്ഡലങ്ങളിലും നിർത്തിയിരിക്കുന്ന മുതുക്കന്മാരെ എല്ലാം പൊട്ടിക്കണം. ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ. അടിപൊളി. എന്തൊരു മകാനുഭാവലു. ഇത് ഇടതുപക്ഷത്തോടോ LDFനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കാര്യമല്ല. അപ്പനെയും മോളെയും പിടിച്ച് തീഹാർ ജയിലിലിടുമെന്ന പേടി കൊണ്ടൊന്നുമാണെന്ന് ദയവായി ആരും തെറ്റിദ്ധരിക്കരുതേ. കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ പാവം രാഹുലാണെങ്കിൽ ഇതുവരെ ഒരു പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. ക്രോണിക് ബാച്ചിലർമാർക്കാണിപ്പോൾ ഡിമാൻഡ്. ഈയൊരു വശത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ പ്രസംഗം കേട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലൻ സഖാവ് പറഞ്ഞത്, നമ്മുടെ അരിവാൾ ചുറ്റിക നക്ഷത്രമെല്ലാം പോയി ഇനി വല്ലോ ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ വല്ലോ ചിഹ്നമായി കിട്ടുമെന്ന്. അങ്ങനെ നമ്മുടെ എല്ലാ മുതുക്ക് LDF നേതാക്കളെയും തോൽപ്പിക്കുക, കോൺഗ്രസിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. ലാൽ സലാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.